ചന്ദ്രയാൻ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് നാം ഉള്ളത്. ഈ ഘട്ടത്തെ മതത്തെയും മതഗ്രന്ഥങ്ങളെയും ട്രോളാനും അവമതിക്കാനും ഇനി നമുക്ക് ഇവയുടെ ഒന്നും ആവശ്യമില്ല, അവർക്ക് കാലഹരണപ്പെട്ടു പോയി എന്ന ചില ശബ്ദങ്ങളും നമ്മൾ കേട്ടുവരുന്നുണ്ട്. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുമോ, മനുഷ്യൻ മറ്റു ഗ്രഹങ്ങളിൽ യാത്ര ചെയ്യുമോ, ഇങ്ങനെ പോകുവാനുള്ള വല്ല സമ്മതവും അനുവാദവും കൽപ്പനയും ഖുർആനിലുണ്ടോ എന്നൊരു ചോദ്യം കൂടി നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഭൗമേതര ഗോളത്തിൽ അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരിലോകത്ത് ജീവികളുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇതിനോടനുബന്ധമായി ചോദിക്കാറുണ്ട്. ഈ വിഷയമായി വിശുദ്ധ ഖുർആനിൽ വല്ല സൂചനയും ഉണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. പലപ്പോഴും നമ്മൾ തമാശയായിട്ട് പല കാര്യങ്ങൾ സംസാരിച്ച് പോകാറുണ്ടെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കാറുണ്ടെങ്കിലും ഇസ്ലാം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ചെറിയ പ്രസംഗമാണ്, അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഖുർആൻ ഇങ്ങനെ കാലഹരണപ്പെട്ടു എന്നും അതേപോലെ ഖുർആനിൽ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ ഖുർആനിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ശാസ്ത്ര അത്ഭുതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ ഇപ്പോഴാണ് നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്കിത് മനസ്സിലായി വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ രണ്ട് കണ്ണും തുറപ്പിച്ച ഒരു ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ലോകത്തുള്ള ശാസ്ത്ര പ്രതിഭകളൊക്കെ ഞെട്ടിത്തരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ ഒരു ഡോക്ടർ ആണ് ഇന്നത്തെ താരം, ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താണി എന്നാണ്. ഫൈസൽ അഹ്സനി രണ്ടത്താണി ഖുർആൻ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ലോകത്തിന് AP അബൂബക്കർ മുസ്ലിയാരുടെ ആ ഒരു AP വിഭാഗം സംഭാവന ചെയ്തൊരു പ്രതിഭയാണ്. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. കാരണം അത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഖുർആനിൽ ഒളിഞ്ഞു കിടക്കുന്ന ശാസ്ത്രങ്ങൾ, ലോകത്ത് ഇന്ന് വരെ ആർക്കും കണ്ടെത്താത്ത മഹാ അത്ഭുതങ്ങൾ വരെ, രഹസ്യങ്ങൾ വരെ ചികഞ്ഞെടുക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവേഷണ പാഠവും അദ്ദേഹത്തിൻ്റെ ആ ഖുർആനിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും, അതുപോലെ തന്നെ ഓരോ ആയത്തിൻ്റെയും ഓരോ അക്ഷരങ്ങളുടെ കെണുപ്പിലും മടക്കിലും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന ശാസ്ത്ര രഹസ്യങ്ങൾ മുട്ടുസൂചി ഉപയോഗിച്ച് തോണ്ടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഠവും ഇതെല്ലാം വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ചന്ദ്രയാൻ ദൗത്യം ഒക്കെ വിജയകരമായി പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു സന്തോഷവേളയിൽ അത്തരം ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ നാളെ നമ്മളിപ്പം ഈ സ്പേസ് വാക്കും മൂൺ വാക്കും ഒക്കെ കഴിഞ്ഞ് ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ ഒക്കെ ചെന്ന് നമ്മൾ മനുഷ്യർ കോളനികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ അവിടെ മനുഷ്യർ താമസം ഉറപ്പിക്കുന്നതിനെക്കുറിച്ചോ അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചോ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചൊക്കെ ഖുർആനിൽ വല്ല സൂചനകളും ഉണ്ടോ? ലോകം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ശാസ്ത്രലോകം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവന്റെ തുടിപ്പുകളുണ്ടോ? ഇത്തരം അത്ഭുതാവഹമായ കാര്യങ്ങളിലേക്ക് അത് ഖുർആനിൽ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചികഞ്ഞു നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുത്തിയിരുന്ന് ഓരോ ആയത്തിൻ്റെ ഇപ്പോൾ വാവിൻ്റെ മടക്കൊക്കെ ഉണ്ടാവും, ആ വാവിൻ്റെ മടക്ക് അല്ലെങ്കിൽ മീമിൻ്റെ കെണുപ്പ്, ഫത്തഹ്, കിസർ, ഇതിൻ്റെ ഇടയിലൊക്കെ എവിടെ അത് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു സുക്കിനിൻ്റെ മുകളിൽ ആ ഒരു ചെറിയ കെണുപ്പുണ്ട്, അതിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കത് മനസ്സിലാക്കണം. പിന്നെ സദ്ദും മദ്ദും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. സദ്ദും മദ്ദിൻ്റെയൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മൂലയിലാണ് ശാസ്ത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജ്ഞാനദൃഷ്ടി വേണം, എന്നാലത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഖുർആൻ വചനങ്ങളിലെ ഓരോ വചനങ്ങളും അതിൻ്റെ ഹർക്കത്തും ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ ആ വാവ് എഴുതിയ വാവിൻ്റെ മടക്കൊക്കെ ഇങ്ങനെ നിവർത്തി നോക്കി പിന്നെ അവിടെ തന്നെ തിരിച്ചു വെച്ച് ഓരോ മീമും ഓരോ കാഫും ഐനും വാദും ഒക്കെ പരിശോധിച്ച് സദ്ദും മദ്ദൊക്കെ ഇങ്ങനെ ശ്രദ്ധക്കെ എടുത്തതിന് കമഴ്ത്തി വെച്ച് കൊട്ടി നോക്കിയിട്ടാണ് അതിലെന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കണേ. അപ്പം അത്രയും കഠിന പ്രയത്നത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്ര വിസ്മയങ്ങൾ ഖുർആനിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ആത്മാർത്ഥമായും സീരിയസ് ആയിട്ടും അവതരിപ്പിക്കുമ്പോൾ ഒരുമാതിരി ഓഞ്ഞ ചിരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കിത് കാണുന്ന ആൾക്കാരോട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ പറയാനുള്ളത്. നിങ്ങളെ സ്വഭാവം അറിയാം, അതുകൊണ്ടാണ്. പലപ്പോഴും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഉസ്താദുമാർ പറയുന്ന വളരെ അത്ഭുതാവഹമായിട്ടുള്ള ശാസ്ത്ര കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിരിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് നമുക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല. ആ കാര്യം കൂടി ഒന്ന് ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ട് ആരും അങ്ങനെ ചിരിക്കരുത്, അതൊക്കെ ഒരു അദബുകേടാണ്. മാത്രമല്ല ഇതൊരു ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ലേ, അത് നിങ്ങൾ അതിൻ്റെ ആ ഒരു ഗൗരവങ്ങൾ അതിന് കൊടുക്കണ്ടേ. പറയണത് ഒരു ആലിമല്ലേ, ഉസ്താദല്ലേ, ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ. ആ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് കാണാൻ കഴിയുന്നവർ മാത്രം ഇരുന്നാൽ മതി, അല്ലാത്ത ആൾക്കാർ വിട്ടുപോയിക്കോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണരുത് പ്ലീസ്. നമുക്ക് ചിരി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പുസ്തകങ്ങൾ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരും ഇനി ചിരിക്കൂല. ഇനിയും ചിരിക്കുന്നവരെ നമുക്കൊന്ന് കാണാലോ. ചന്ദ്രയാൻ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് നാം ഉള്ളത്. ഈ ഘട്ടത്തെ മതത്തെയും മതഗ്രന്ഥങ്ങളെയും ട്രോളാനും അവമതിക്കാനും ഇനി നമുക്ക് ഇവയുടെ ഒന്നും ആവശ്യമില്ല, അവർക്ക് കാലഹരണപ്പെട്ടു പോയി എന്ന ചില ശബ്ദങ്ങളും നമ്മൾ കേട്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ എന്ത് വില കൊടുത്തും എതിർക്കപ്പെടേണ്ട ശബ്ദങ്ങളാണ്, അതിലൊന്നും ഒരു സംശയമില്ല. എൻ്റെ അറിവിൽ കേരളത്തിൽ അതിൽ ആളുകൾ പ്രതീക്ഷയോടെ ഖുർആൻ കാലാതിവർത്തിയാണെന്നും കാലഹരണപ്പെട്ട ഒരാശയവും അതിനകത്തില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി
ആദ്യകാലത്ത് ശ്രമിച്ചിരുന്ന ആള് സമദാനിയാണ്. പിന്നെ എം എം അക്ബർ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ സംഭാവനകൾ ആ രംഗത്ത് നൽകുകയും ഒരുപാട് ആളുകൾ ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്ര വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് പിന്നെ സത്യം മനസ്സിലാക്കി പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സംവാദം ഒരു ആഴക്കടലിൽ കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന കാർമേഘങ്ങൾക്കിടയിൽ ഇരുട്ടിനിടയിൽ പിന്നെ തിരമാലകളാൽ മൂടപ്പെട്ട് ചുഴിയിലകപ്പെട്ട് കിടക്കുന്ന അക്ബർ സാഹിബിന് ശേഷം എന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ AP വിഭാഗം സമസ്ത സംഭാവന ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ഡോക്ടർ ഫൈസൽ അഹ്സനി. അദ്ദേഹത്തിന്റെ ഈജിപ്തോളജിയൊക്കെ വളരെ പ്രശസ്തമാണ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ചന്ദ്രയാന്റെ വിജയമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ശാസ്ത്രം വികസിക്കുമ്പോൾ തോട്ടിക്കളയാനുള്ളതാണ് ഖുർആൻ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഉസ്താദിന്റെ ഈ എളിയ ശ്രമത്തിലുള്ളത്. അതുകൊണ്ട് ഉസ്താദെ പോരട്ടെ. യഥാർത്ഥത്തിൽ മതഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം. അതെ, സന്മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യന്മാർ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അല്ലറ ചില്ലറ നുണയൊക്കെ പറയാം. അപ്പൊ ഖുർആനിലെ തന്നെ ചില വചനം, ചില അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞാൽ ആളുകൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ചെറിയ നുണ പറഞ്ഞ് ആളുകളെ സന്മാർഗത്തിൽ പിടിച്ചു നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാള് സന്മാർഗത്തിലേക്ക് കടക്കാൻ മടിച്ചു നിൽക്കുന്നു, അപ്പൊ അയാളെ സന്മാർഗത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെറിയ നുണയൊക്കെ പറയാം. നുണ പറഞ്ഞിട്ടായാലും തല്ലിക്കൊന്നിട്ടായാലും ആളുകളെ സന്മാർഗത്തിലാക്കുക എന്നുള്ളതാണ് ഖുർആൻ കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ വേറൊരു ഉത്തരവാദിത്വം, ദൗത്യം എന്നൊക്കെ പറയുന്നത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാന്ന്. അപ്പൊ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലൊക്കെ പല ഘട്ടത്തിലും മുഹമ്മദ് നബിയുടെ തുടർന്നുള്ള ഇസ്ലാമിക ഭരണകാലഘട്ടങ്ങളിൽ പലതിലും ചില ആളുകൾ ഇസ്ലാമിന് സമാധാനം കൊടുക്കൂല. അപ്പൊ ഇസ്ലാമിന് സമാധാനം കൊടുക്കൂല, ഖലീഫക്ക് സമാധാനം കൊടുക്കൂല, പ്രവാചകന് സമാധാനം കൊടുക്കൂല. എന്താ ഇവർ സമാധാനം കൊടുക്കാതിരിക്കാൻ? ഇവർ ചോദ്യം ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവെന്താ? ഇങ്ങനെ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം മുട്ടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിന്റെ സമാധാനം കളഞ്ഞാൽ ഓലെ തീരുമാനമാക്കിയിട്ടാണെങ്കിലും നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ചില ആളുകൾ ജീവിച്ചിരുന്നാൽ ഭരണാധികാരികൾക്ക് സമാധാനം ഉണ്ടാവില്ല, മതനേതൃത്വത്തിന് സമാധാനം ഉണ്ടാവില്ല. അപ്പം മതനേതൃത്വത്തിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇവരുടെ സമാധാനം കളയുന്ന ആൾക്കാരെ കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ട് ബാക്കിയുള്ളടത്ത് സമാധാനം ഉണ്ടാക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു സമാധാനമാവും. ഇങ്ങനെയാണ് ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം സമാധാനം ഉണ്ടാക്കുന്ന മതമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് ക്ലാരിറ്റി വരുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ സമാധാനം പ്രവർത്തിക്കുന്നതും ഇങ്ങനെയാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും കേട്ടോ. എന്നതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലും ഇപ്പോ ഖുർആനിലെ ശാസ്ത്ര അത്ഭുതങ്ങൾ അത് പറയണം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, ചിലർക്ക് തമാശയാണ്. ഇപ്പൊ തന്നെ ചില ആൾക്കാർ ഇവിടെ ചിരിക്കുന്നുണ്ട്, ഉള്ളിൽ നിങ്ങൾ ചിരിക്കുന്നുണ്ട്, പുറത്ത് നിങ്ങൾ കമന്റ് ഇടുന്നില്ല എന്നേ ഉള്ളൂ, ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. അപ്പൊ ആ അർത്ഥത്തിൽ നിങ്ങൾ അതിനെ അപമതിക്കരുത്. സന്മാർഗം കാണിക്കാൻ വന്ന ഗ്രന്ഥാണ്. അതുകൊണ്ട് തന്നെ ആ സന്മാർഗത്തിലൂടെ നിങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അഹ്സനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സന്മാർഗത്തിലേക്ക് കടന്നു വരാൻ സന്മനസ് കാണിക്കണം എന്നാണ് പറയാനുള്ളത്. എന്നാൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെയും സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ എല്ലാ സംഗതികളെക്കുറിച്ചും സൂക്ഷ്മമായ ജ്ഞാനമുണ്ട്. അത് നമുക്ക് അറിയിച്ചു തരാൻ അവന്റെ ബാധ്യതയൊന്നുമല്ല, മറിച്ച് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും അവന്റെ വചനങ്ങളിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തൊന്നും ഉണ്ടാവുകയില്ല. വിശാലമായ സാധ്യതകളുള്ള പല വചനങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുമുണ്ട്. അപ്പൊ ഖുർആനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം ഇത് പടച്ചോന്റെ അടുത്തുള്ളതാണ്. പടച്ചോന്റെ അറിവ് എല്ലാം കൂടി ഖുർആനിൽ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പടച്ചോന്റെ അറിവ് നമുക്ക് പറഞ്ഞു തരണമെന്ന് പടച്ചോന്റെ നിർബന്ധം നമ്മളൊരു ബാധ്യതയൊന്നുമില്ലല്ലോ. അപ്പൊ കുറച്ചൊക്കെ സൂചനകൾ ഇങ്ങനെ ചില മടക്കുകൾക്കിടയിൽ അള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിയുന്നവർ കണ്ടെത്തട്ടെ, ബാക്കി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളി എന്ന് പടച്ചോൻ പറഞ്ഞിരിക്കാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ എല്ലാം ഉണ്ട് എന്നുള്ള വാദമൊന്നും നമുക്കില്ല. ഖുർആനിൽ കുറച്ചൊക്കെ ഉണ്ട്, പിന്നെ ചില ഒളിപ്പിച്ചു വെച്ച സാധനങ്ങളുണ്ട്. അതൊക്കെ ഖുർആൻ ചകഞ്ഞ് കണ്ടെത്തി അതിനനുസരിച്ച് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അന്വേഷിപ്പിൻ, കണ്ടെത്തുവിൻ എന്നുള്ളതാണ് പടച്ചോന്റെ ലൈൻ. അതേ സമയത്ത് ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം ശാസ്ത്രത്തിന് വിരുദ്ധമായി വരൂല. അപ്പൊ പല ആൾക്കാരും ഉസ്താദെ സംശയം ചോദിക്കണ വെച്ചാല് ഹൃദയത്തിൽ തലച്ചോറ് എന്നൊരു വാദത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞൊരു പ്രശ്നമുള്ളത് കൊണ്ടല്ലേ എന്നാണ്. നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുള്ളൂ, പടച്ചോൻ ഹൃദയത്തിലേക്ക് നോക്കുള്ളൂ, നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചത് പടച്ചോൻ കാണും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ചിന്ത, ബുദ്ധി ഇതൊക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമും ഖുർആനും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശാസ്ത്രപ്പത് തലച്ചോറാണെന്നും തലച്ചോറിന്റെ പ്രവർത്തനമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിക ലോകത്തിന് അറിയാം ഇത് അള്ളാഹിന്റെ അടുത്തുള്ള കിതാബല്ലേ, ഇതിലൊന്നും പിഴവ് വരൂല. അതുകൊണ്ട് ശാസ്ത്രം ഇന്നല്ലെങ്കിൽ നാളെ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണെന്ന് കണ്ടെത്തും. അതുവരെ ഞങ്ങൾ കാത്തിരിക്കും. വി ആർ റെഡി ടു വെയിറ്റ് എന്നാണ് അക്ബർ സാഹിബ് പണ്ട് സംവാദവേദിയിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഖുർആനിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ അത് ശാസ്ത്രവിരുദ്ധമാണ് തോന്നിയാലും ഒന്നും പേടിക്കണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇതിലേക്ക് ശാസ്ത്രം നടന്നെത്തുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഒരു കാര്യം തെറ്റായിട്ട് വരൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ശാസ്ത്രം ഇനി കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സൂര്യൻ ചെന്ന് വീഴുന്ന ചളിക്കുണ്ടുണ്ടല്ലോ,
അതിപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല, ശാസ്ത്രം അത്രയും പോയിട്ടില്ലല്ലോ. ഇപ്പൊ ഗഗൻയാൻ പോയിട്ടുണ്ട്. ഗഗൻയാൻ ഈ സൂര്യന്റെ പിന്നാലെ പോയിട്ട് ആ ചളിക്കുണ്ട് കണ്ടെത്തുമോ ഇല്ലയോ നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഗഗൻയാൻ അത് കണ്ടെത്താൻ പറ്റിയില്ല, ആ ചളിക്കുണ്ടിന് അവിടെ വരെ എത്താൻ പറ്റിയില്ലെങ്കിലും ചളിക്കുണ്ടുണ്ട് എന്നുള്ള കാര്യം ഖുർആനിൽ, അല്ലെങ്കിൽ ഖുർആനിൽ അത് തിരുത്തി കൊടുക്കാത്ത ഒരു അബദ്ധം ഒരാൾ പറഞ്ഞതായിട്ട് മൂന്നാമതൊരാൾ ഉദ്ധരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ചളിക്കുണ്ടുണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശാസ്ത്ര വിരുദ്ധമായ ഒന്നും ഖുർആനിലില്ല. പക്ഷെ ഖുർആൻ നേർമാർഗം കാണിക്കാൻ വേണ്ടി വന്നതാണ്. നേർമാർഗത്തിലാക്കാൻ വേണ്ടി അല്ലറ ചില്ലറ പൊള്ളു പറയാം. അതേപോലെ സമാധാനത്തിലാവാൻ ആൾക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ അവർ വാളെടുത്തിട്ടാണെങ്കിലും സമാധാനത്തിലേക്ക് കൊണ്ടുവരാം. ഇത്രയാണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇനി ഇവിടുന്ന് പ്യൂർ സയൻസ് ആണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുമോ, മനുഷ്യൻ മറ്റു ഗ്രഹങ്ങളിൽ യാത്ര ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങൾ എന്നും ശാസ്ത്രത്തെയും അതുപോലെ തന്നെ ചിന്താശേഷിയുള്ള മനുഷ്യരെയൊക്കെയും ആകർഷിച്ചവയാണ്. ചിന്തോദ്ദീപകമായ ചോദ്യങ്ങളാണ്. ഈ വിഷയകമായി വിശുദ്ധ ഖുർആനിൽ വല്ല സൂചനയും ഉണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇസ്ലാമിക ലോകത്ത് പോലും, മുസ്ലിങ്ങളിൽ പോലും കുറെ ആളുകളുള്ളത്. അത് വെറും തട്ടിപ്പാണെന്നും അത് റഷ്യയും അമേരിക്കയൊക്കെ ഉണ്ടാക്കിയ നാടകങ്ങളാണെന്നും അത് വേറെ ഏതോ കുന്നുംപുറത്ത് മരുഭൂമിയിൽ പോയിട്ട് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും, അങ്ങനെ പുസ്തകം എഴുതിയ ആൾക്കാരും ലേഖനങ്ങൾ എഴുതിയ ആൾക്കാരും വയലു പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഖുർആനിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ശാസ്ത്രങ്ങളെക്കുറിച്ച്, ഇത്തരം വസ്തുതകളെക്കുറിച്ച്, ഇത്തരം അറിവുകളെക്കുറിച്ച്, നിർദ്ദേശങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ അഹ്സനി ഉസ്താദ് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പൊതുജനങ്ങളോട് അറിയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാണ്. മനസ്സിലായി? അപ്പം നമ്മൾ ചന്ദ്രയാൻ ദൗത്യത്തിന് മുന്നിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ തന്നെയും ഇനി ചന്ദ്രനിലേക്ക് ആളുകളെ പറഞ്ഞു വിടാനുള്ള മീൻസ് അതിൻ്റെ പിന്നെ കാത്തിരിപ്പിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭൂമിക്ക് പുറത്ത് ചന്ദ്രനിലൊക്കെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുമോ, ചൊവ്വയിലൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള സംശയം ഇതിനെ സംബന്ധിച്ച് ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ഇവിടെയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളേ. ഖുർആനിൽ അല്ലാഹു തആല ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായ ഒരു ചോദ്യം വരും, ഭൂമിയിലല്ലേ പറ്റാത്തത്, ഭൂമിക്ക് പുറത്ത് പടച്ചവനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണല്ലോ ഇപ്പൊ ചില ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഭൂമിക്ക് അപ്പുറത്തേക്ക് പോയി പടച്ചവനെ തോൽപ്പിച്ചു. ശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത് അങ്കബൂത്തിലെ 22-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത്, നിങ്ങൾക്ക് അള്ളാഹിനെ ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ അള്ളാഹ് പറയാണ്, ഭൂമിയിൽ മാത്രമല്ല, നിങ്ങൾ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആകാശത്ത് പോയാലും അള്ളാഹിനെ തോൽപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹ് ആരോടാ പറയണേ? മുഹമ്മദിന്റെ കാലത്തുള്ള മനുഷ്യരോട് പറയാൻ വേണ്ടി മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കണം. ഇനി ഈ ചരിത്രം തന്നെ മറ്റൊരു പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യരോട് സംവദിക്കുന്ന കാര്യം ഖുർആനിൽ എടുത്തു പറയുന്നതാണ് എന്നും പറയുന്നു. എന്തായാലും ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആകാശത്തേക്ക് ഓടിപ്പോയാലും നിങ്ങൾക്ക് അള്ളാഹിനെ തോൽപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചോളിയും എന്നാണ് ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം. ഓക്കെ. ഇനി എന്ന് മാത്രമല്ല, ഇങ്ങനെ പുറം ഗോളങ്ങളിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച്, നടക്കുന്നതിനെ കുറിച്ച്, ഇപ്പൊ സ്പേസ് വാക്ക് അല്ലെങ്കിൽ മൂൺ വാക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അതാണല്ലോ പ്രധാനം. ഇങ്ങനെയുള്ള ആകാശ ദൃഷ്ടാന്തങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട്. സൂറത്ത് യൂസുഫിന്റെ 105-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ കരികിലൂടെയാണ് ഉസ്താദേ, ചെറിയ പെശക് പറ്റി. നിങ്ങൾ ആദ്യം ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത തവണ നിങ്ങൾ ഇവിടെ തന്നെ തിരുത്തുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. യമറൂന അലൈഹ, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് അരികിലൂടെ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്ക് അരികിലൂടെയാണ് നിങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ്. എന്താണ് കൂട്ടരെ ആകാശങ്ങളിലുള്ള ദൃഷ്ടാന്തം? പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ആകാശങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ഒന്നാം ആകാശത്ത് മനുഷ്യർക്ക് അലങ്കാരമായിട്ടുള്ള വിളക്കുകളായിട്ടും ആവശ്യം വരുമ്പോൾ അള്ളാഹ്ക്ക് പിശാചിനെ അറിയാനുമായിട്ട് സംവിധാനിച്ചു വെച്ചിട്ടുള്ള നക്ഷത്രങ്ങളും, ഇത്രയാണ് ആകാശങ്ങളിലുള്ളത്. പിന്നെ ആകാശങ്ങളിലുള്ളത് മഴ പെയ്ക്കുന്നതാണ്. മഴ പെയ്ക്കുന്ന പിന്നെ മലക്കുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. ആകാശത്ത് ദൃഷ്ടാന്തം കാണുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ മനസ്സിലാവുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആകാശം എങ്ങനെയാണ് ഇങ്ങനെ തൂണില്ലാതെ ചാരി നിർത്തിയിരിക്കുന്നത്, മീൻസ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. 2, സൂര്യൻ ഇങ്ങനെ ചെളിക്കുണ്ടിലേക്ക് പോവുകയും പിറ്റേ ദിവസം കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഉദിച്ചു വരികയും ചെയ്യുന്നു, ആ പ്രതിഭാസം. 3-മത്തത്, നമുക്ക് ചന്ദ്രൻ ദിവസം കണക്കാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രനും, ദിവസം കണക്കാക്കാൻ വേണ്ടി പിന്നെ സൂര്യനും, രാവും പകലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് സൂര്യനും, അതേപോലെ തന്നെ നമുക്ക് ദിവസം കണക്കാക്കാൻ, കാലം കണക്കാക്കാൻ ചന്ദ്രനും. ഇതാണ് ഖുർആനിൽ ആകെ പറഞ്ഞിട്ടുള്ള ആകാശ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. എന്തൊക്കെയാണ്? എത്ര ദൃഷ്ടാന്തങ്ങളാണ് യമറൂന അലൈഹ, അവർക്ക് മുകളിലായി മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശത്തെ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങൾക്ക് അരികിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്, അവരുടെ മുകളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. ആകാശത്തെ ദൃഷ്ടാന്തങ്ങളുടെ അരികിലൂടെയോ മുകളിലൂടെയോ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ടോ? ഇപ്പൊ ശരി, നേരത്തെ നിങ്ങൾ യമറൂന അലൈഹ എന്ന് പറഞ്ഞിട്ടേ ദൃഷ്ടാന്തങ്ങൾക്ക് അരികിലൂടെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെടുമല്ലോ. നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോൾ ചെടികൾ മുളക്കുന്നതും മഴ പെയ്യുന്നതും, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത്, ആകാശത്ത് സൂര്യൻ ചന്ദ്രനൊക്കെ സഞ്ചരിക്കുന്നത്, നക്ഷത്രങ്ങൾ ഉള്ളത്,
ഇതൊക്കെയാണ് ആളുകൾ അതൊക്കെ ഭൂമിയിൽ തന്നെ കാണാലോ. അപ്പൊ ഇതൊക്കെ കണ്ടു നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യമറൂല അനീഹക്ക് ഒന്നും കൂടി അർത്ഥം വെക്കണം. അതിന്റെ മുകളിലൂടെ, ഏതിന്റെ മുകളിലൂടെ? ആകാശങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങളുടെ മുകളിലൂടെ. ആകാശങ്ങളിലുള്ള ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശാസ്ത്രം എങ്ങനെയാണ് വിരിഞ്ഞു വിരിഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നാളെ ഇങ്ങനെ ആകാശങ്ങളിൽ ചന്ദ്രനിലും ചൊവ്വയിലും ഭൂമിയിലും മീൻസ് വേറെ ഗ്രഹങ്ങളിലും ഒക്കെ അതിനപ്പുറത്തേക്ക് സൗരയൂഥമൊക്കെ കടന്ന് മനുഷ്യർ അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കും. യമറൂല അനീഹ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ സഞ്ചരിക്കുക കേട്ടോ. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പല ആൾക്കാരും വ്യാഖ്യാനിച്ചത് വേറെ രീതിയിലാണ്. അത് ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും. ഇതിൽ പ്രശ്നമുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനും മറ്റുമൊക്കെ കാണുമ്പോൾ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് ശാലാർത്ഥത്തിൽ പറയാം. അങ്ങനെയാണ് പലരും അതിനെ മനസ്സിലാക്കിയത്. പക്ഷേ അതെ അതെ, പലരും അതിനെ മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാം, സൂര്യനെ കാണാം, ആകാശത്ത് നക്ഷത്രങ്ങൾ അലങ്കാരമാക്കി ഒന്നാം ആകാശത്ത് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം, തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയ ആകാശങ്ങൾ കാണാം. അപ്പൊ ഇതൊക്കെ കണ്ട് അത്ഭുതിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കാത്തത് എന്ത് എന്നതായിരുന്നു സംശയം. പലരും ഇതിനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. പലരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടുന്ന അറിയോ? മുഹമ്മദ് നബി, ഖലീഫമാര്, സഹാബികള്, സഹാബിമാരുടെ കാലത്ത് ഖുർആനും ഹദീസും വിശദീകരിച്ച് എഴുതി വെച്ചവർ, തഫ്സീർ എഴുതിയവർ, ഇവർക്കൊക്കെ മനസ്സിലായത് ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ആകാശം തന്നെയുമാണ്. പക്ഷെ വാസ്തവത്തിൽ ആ യമറൂന്റെ മീം ഇങ്ങോട്ട് നിവർത്തി നോക്കിയപ്പോഴാണ് അഹ്സനി ശരിക്കും ഞെട്ടിപ്പോയത്. വാസ്തവത്തിൽ യമറൂന എന്റെ മീമിലും പിന്നെ അലിഹയുടെ അഹാന്റെ ഉള്ളിലും ചില ശാസ്ത്ര രഹസ്യങ്ങൾ അള്ള ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് ലോകത്ത് വേറെ ആരും കണ്ടെത്തിയിട്ടില്ല. അഹ്സനി അത് കണ്ടെത്തി ഇപ്പൊ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശാസ്ത്രലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നു, ചന്ദ്രന് പുറത്ത് നടക്കുന്നു, സ്പേസിൽ യാത്ര ചെയ്യുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു, ചൊവ്വയിലേക്ക് പേടകം പറഞ്ഞേക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആകാശങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഉപരിലോകത്തെ ദൃഷ്ടാന്തങ്ങൾക്ക് മുകളിലൂടെ നടക്കുന്നു. പക്ഷേ അള്ളാഹുവിനെ കാണുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന ഒരു സത്യത്തെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പം അഹ്സന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആ യമറൂന അലൈഹ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ മുകളിൽ മനുഷ്യർ നടക്കുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്നു, അവർ അവിടെ സ്പേസ് വാക്ക് നടത്തുന്നു. ഇതൊക്കെയാണ് യമറൂന അലൈഹ. ഭൂമിക്ക് പുറത്തുള്ള ഉപരി ലോകത്ത് അവർ അതിന് മുകളിലൂടെ, ദൃഷ്ടാന്തങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ നമ്മുടെ ഇയാൾ ചോദിക്കുന്ന പോലെ, എന്താണ് റഹ്മത്തുള്ളാഹിൽ ഖാസിമി ചോദിക്കുന്ന പോലെ? പക്ഷെ ഇത് മുഹമ്മദ് നബിക്ക് അറിയില്ല. അന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യൻ ഭൂമിക്ക് മുകളിലുള്ള ഗ്രഹങ്ങളിൽ ചന്ദ്രനിൽ പോയി കാലുകുത്തും എന്ന് മുഹമ്മദ് നബിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അഹ്സനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ പോയിട്ടും പ്രപഞ്ചനാഥനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നത് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി അല്ല നൽകേണ്ടത്. മറിച്ച് അത് വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെയും ആ നിഷേധം തന്നെയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന സാധനമാണ് എന്നും കൂടി ഇവിടെ മനസ്സിലാക്കുക. എന്തല്ലേ കഴിവെന്നൊക്കെ പറഞ്ഞ. അപ്പൊ വിഷയത്തിൽ നിന്നൊന്നും കിട്ട് മാറ്റിയിട്ട് ആളുകളെ വൈകാരികതയെ ഒന്നങ്ങ് തടവി അത് സെറ്റാക്കി വെച്ച് ഇനി ആർക്കും സംശയം തോന്നില്ല. എന്ത്? ഉപരിലോകത്തിലൂടെ നടക്കുമ്പോൾ പോലും, ആ ദൃഷ്ടാന്തങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആകാശലോകത്ത് സഞ്ചരിച്ചവർ, ചന്ദ്രനിൽ പോയവർ, ചൊവ്വയിൽ പോയവർ എന്തുകൊണ്ട് മുസ്ലിം ആവുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ പോകും എന്ന ഖുർആൻ വചനത്തിനകത്ത് ഇങ്ങനെ ഒരു ആശയം കൂടി ഉണ്ട് എന്നാണ്. എന്റെ അഹ്സനി, നിങ്ങളൊക്കെ മുഹമ്മദ് നബിയുടെ കാലത്ത് ജനിക്കേണ്ട ആളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് നബിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സഹാബിയായി പോയല്ലോ താങ്കൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള യാത്രയെ കുറിച്ച് മറ്റു സൂചനകൾ എന്തെങ്കിലും വിശുദ്ധ ഖുർആനിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. സൂറത്തുൽ ഇൻഷിഖാഖ് 18-19 ആയത്തുകൾ. വൽഖമരി ഇദ ഇത്തസഖ ലതർകബുന്ന തബഖൻ അൻ തബഖ. പൂർണ്ണചന്ദ്രൻ തന്നെയാണ് സത്യം. പ്രകാശം തെളിഞ്ഞ് 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 വന്ന് പൂർണ്ണമായ പ്രകാശത്തെ പ്രാപിക്കുന്ന ചന്ദ്രൻ. ആ ചന്ദ്രനെ തന്നെയാണ് സത്യം. എന്താണ് തബഖൻ? നിങ്ങൾ പടിപടിയായി ആകാശങ്ങളിൽ യാത്ര ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കും, എന്നിട്ട് അവിടെ ആൾക്കാർ പോകാൻ തുടങ്ങും, എന്നിട്ട് നിങ്ങൾ ചന്ദ്രനിലേക്ക് പേടകങ്ങളയക്കും, അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരിതലത്തിലുള്ള ഉപഗ്രഹങ്ങളയക്കും, എന്നിട്ട് നിങ്ങൾ അതിനു മുകളിൽ ചന്ദ്രനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളയക്കും, ചന്ദ്രനിൽ ആളില്ലാ പേടകങ്ങൾ ഇറക്കും, ചന്ദ്രനിലേക്ക് പട്ടിയെ പറഞ്ഞയക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യർ ചന്ദ്രനിലെത്തും. അങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഉയർന്ന് ആദ്യം ചന്ദ്രനിലും പിന്നെ ചൊവ്വയിലും ഒക്കെ നിങ്ങൾ എത്തിപ്പെടും എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ ഖുർആനിൽ നിന്ന് ഇദ്ദേഹം തോണ്ടി എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ, തോണ്ടി എടുത്തിട്ടുണ്ട്. അതിനെ സാക്ഷി നോക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാ, ലതർകബുന്ന തബഖൻ അൻ തബഖ. നിങ്ങൾ ഓരോ മണ്ഡലങ്ങളും കയറി യാത്ര ചെയ്യുക തന്നെ ചെയ്യും. തർക്കബുന്ന യാത്ര ചെയ്യുക തന്നെ ചെയ്യും. തബഖൻ മണ്ഡലങ്ങളിൽ, അൻ തബഖ ഒരു മണ്ഡലത്തിന് പുറകെ മറ്റൊരു മണ്ഡലം. എന്താ സംഭവം? പല ആളുകൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, മുഹമ്മദ് നബി ഉൾപ്പെടെ, ഞാൻ ഈ പല ആളുകളും എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി ഉൾപ്പെടെ കേട്ടോ, മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം മനുഷ്യരെ ഘട്ടം ഘട്ടമായി വളർത്തുകയും ഉയർത്തുകയും എന്ന് പറഞ്ഞാൽ ഒരു അറപ്പുളവാക്കുന്ന ദ്രാവകത്തിൽ നിന്ന് രക്തക്കട്ടയുടെ രൂപത്തിലേക്കും പിന്നീട് അതിനെ മനുഷ്യക്കുഞ്ഞിന്റെ രൂപത്തിലേക്കും ഗർഭാവസ്ഥയിൽ വളർത്തുകയും, രണ്ട് ഘട്ടമായേ,
അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ ഒരു ശിശുവായും കൗമാരം, യുവത്വം, വാർദ്ധക്യം കഴിഞ്ഞ് മരിച്ച് മണ്ണടിഞ്ഞ് അതൊരു ഘട്ടം, ഖബറിൽ, ബർസഖിൽ മറ്റു ഘട്ടം, മഹ്ശറയിൽ അതൊരു ഘട്ടം, അത് കഴിഞ്ഞിട്ട് വിചാരണയും കഴിഞ്ഞ് സ്വർഗമോ നരകമോ എന്ന ഒരു ഘട്ടത്തിൽ, ശാശ്വതമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അവിടെ എത്തപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചവർ സ്വർഗത്തിലും വിശ്വസിക്കാത്തവർ, നിഷേധിച്ചവർ നരകത്തിലും എത്തപ്പെടും. അത് ഘട്ടം ഘട്ടമായി നിങ്ങൾ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കും. കാരണം മരണത്തിന്റെ സമയം ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്, ഖബർ ഒരു ഘട്ടമാണ്, അത് കഴിഞ്ഞിട്ട് ബർസഖി ലോകമുണ്ട്, മഹ്ശറ വരാനുണ്ട്, വിചാരണയുണ്ട്, സിറാത്ത് പാലമുണ്ട്. സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിയുന്നത് വരെ പല ഘട്ടങ്ങളിലായി നിങ്ങൾ ശാശ്വതമായ നരകത്തിലോ സ്വർഗത്തിലോ എത്തപ്പെടും എന്നാണ് മുഹമ്മദ് നബി ഉൾപ്പെടെ പലരും ഇത്തരം ഖുർആൻ വചനങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ത് വലിയ അബദ്ധമാണ് അവരൊക്കെ മനസ്സിലാക്കി വെച്ചത്. എന്റെ ഹസനി ഉസ്താദ് വന്നില്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ച ശാസ്ത്ര അത്ഭുതം ആര് കണ്ടെത്തുമായിരുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയുള്ള ജീവയാത്രയെ കുറിച്ചാണ് പറഞ്ഞു പണ്ഡിതരുണ്ട്. എന്നാൽ എന്നതിന് ഒരാകാശം, അടുത്ത ആകാശം, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അത് അടുത്ത അന്തരീക്ഷം, ഒരു അന്തരീക്ഷം, അതിന്റെ അടുത്ത ഘട്ടം, അതിന്റെ അടുത്ത ഘട്ടം എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ മണ്ഡലങ്ങളെ, ആകാശമണ്ഡലങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യും? യാത്ര ചെയ്ത് അവിടേക്ക് എത്തിപ്പെടും എന്ന ആശയമാണ് ഇതിൻ്റെത് എന്ന് അന്തർയാൻ ദൗത്യ കാലഘട്ടത്തിലല്ല, അതിന്റെയൊക്കെ എത്രയോ മുമ്പ് തന്നെ പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ എത്രയും മുമ്പ് തന്നെ പറഞ്ഞാൽ ഏകദേശം ഒരു 150-200 കൊല്ലം മുമ്പൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അഹ്സനി വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാലോ, ഖുർആനിലുള്ളത് അഹ്സനി തോണ്ടി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. മറ്റാൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി അതിന് അഹ്സനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പല പണ്ഡിതന്മാരും ഇത് ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്ന് മനുഷ്യന്റെ അവസാനം ശാശ്വതമായ സ്വർഗ്ഗ നരകത്തിൽ എത്തിപ്പെടും എന്നാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതുപോലെ നിങ്ങൾ കാര്യമാക്കണ്ട, ഇപ്പൊ നിങ്ങൾ അഹ്സനി പറഞ്ഞു എടുത്തോളി. ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഈ ഖുർആൻ വചനത്തിന് ഇപ്പൊ അഹ്സനി പറയുന്ന അർത്ഥമായിരിക്കും നല്ലത്. പിടിച്ചു നിൽക്കാൻ ഞാനായിട്ടൊന്നും പറയുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ പോകുവാനുള്ള വല്ല സമ്മതവും അനുവാദവും കൽപ്പനയും ഖുർആനിലുണ്ടോ എന്നൊരു ചോദ്യം കൂടി നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. പോകുന്നതിന് പ്രശ്നമുണ്ടോ? ഖുർആൻ പറയുന്നു, അതുകൊണ്ട് മനുഷ്യരിങ്ങനെ പോകുന്നല്ല, പോകണം എന്ന ഒരു നിർദ്ദേശമോ പോകുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതോ, പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും പഠിച്ചോൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പർദ്ദയോ മഫ്തയോ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റുമോ? പോകാൻ പഠിച്ചോൻ പറഞ്ഞു തരാണെങ്കിൽ പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നും പഠിച്ചോൻ പറയും. മനസ്സിലായോ? ഖുർആനകത്ത് ഇങ്ങനെ പലതുണ്ട്. ഇത് മനസ്സിലാകാതെ മരിച്ചുപോയവർ നഷ്ടക്കാർ എന്നല്ലാതെ എന്താ പറയാ? എന്തായാലും നമ്മളൊക്കെ ഡോക്ടർ അഹ്സനിയുടെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് എന്ന് വിചാരിക്കുക, എന്ന് ആശ്വസിക്കുക. അപ്പൊ ഇനി അങ്ങനെ പോകാൻ വേണ്ടി പഠിച്ചോൻ നിർദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് അടുത്തത് പരിശോധിക്കാം. ഇതിന്റെ അവസാനം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ വീഡിയോന്റെ അവസാനം എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് ഇത്തരം ശാസ്ത്ര അത്ഭുതങ്ങൾ കണ്ടെത്തുന്നത്, ചികഞ്ഞെടുക്കുന്നത് എന്നതിനുള്ള ഒരു ടിപ്പ്, അതിന്റെ ഒരു ചില ഉദാഹരണ സഹിതമുള്ള ചില സൂത്രങ്ങൾ, അതിന്റെ രഹസ്യം, അത് നമുക്ക് വേണ്ടി മറ്റൊരു ഉസ്താദ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യും. അപ്പൊ ഹസനി ഇങ്ങനെ എങ്ങനെയാണ് പഠിച്ചോനെ ഹസനിനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ആർക്കും ഖുർആൻ ഒന്ന് മനസ്സറിഞ്ഞിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനകത്തുള്ള ആരും കണ്ടെത്താത്ത ശാസ്ത്രാത്ഭുതങ്ങൾ നമുക്കൊക്കെ കണ്ടെത്താൻ പറ്റും. നമ്മളതിന് ഒന്ന് മനസ്സറിഞ്ഞ് ഇരുന്നാൽ മാത്രം മതി. നമ്മളത് ഒരാത്മാർത്ഥതയോടുകൂടി അതിനെ സമീപിച്ചാൽ അതിന് കഴിയും. അതിനുള്ള ചില സൂത്രങ്ങൾ, എങ്ങനെയാണ് ആളുകൾക്ക് ഇത് സാധ്യമാകുന്നത് എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ നമ്മളോട് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറഞ്ഞുതരും. ഇത് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان إن استطعتم أن تنفذوا من أقطار السماوات والأرض ആകാശഭൂമികളുടെ മണ്ഡലങ്ങളെ നിങ്ങൾക്ക് അതിൽ വിട്ടുകിടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അതിലൂടെ ഊളിയിടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫൻഫുദു, നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. സോറി, നിങ്ങളോട് ചിരിക്കരുത് പറഞ്ഞ് ഞാൻ ചിരിച്ചതെന്ന് വെച്ചാൽ നമ്മളിതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ ഹസനി എന്നാലോചിച്ചിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. നമ്മൾ മദ്രസയിൽ പോയിട്ട് ഈ ഖുർആൻ വായത്തിനൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഈ ഖുർആൻ വായത്തിനൊക്കെ വെച്ച അർത്ഥം എത്ര മണ്ടത്തരമായിരുന്നു എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകാശ ലോകത്തുകൂടി സഞ്ചരിച്ച് രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന്. അതായത് നിങ്ങൾക്ക് ഭൂമിയും ഭൗമമണ്ഡലമൊക്കെ കടന്ന് നിങ്ങൾക്ക് അന്യഗ്രഹങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചു പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന വളരെ സ്നേഹരൂപേണയുള്ള ഒരു ഉപദേശമോ ഒരു ആശീർവാദവുമോ ആണ് ഈ ഖുർആൻ വചനം എന്ന് എനിക്ക് അഹ്സനി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും അങ്ങനെ തന്നെ അല്ലേ അഹ്സനി? തെറ്റില്ലല്ലോ. വളരെ അതിസുരക്ഷിതമായ രക്ഷാകവചങ്ങളുടെ സഹായത്തോടുകൂടെ അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടൊന്നും കടന്നു പോകാൻ സാധിക്കില്ല. ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? മനുഷ്യൻ ഭൂമോപരിതലങ്ങളെ വിട്ടുകൊണ്ട് മറ്റുള്ള ഗോളങ്ങളിലേക്ക് അല്ലെ മറ്റു ആകാശമണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ അതിശക്തമായ സുരക്ഷാ കവചങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? സ്പേസ് സ്യൂട്ട്. നിങ്ങൾ എന്താ ഖുർആനെ പറ്റി മനസ്സിലാക്കിയാണ്? ഖുർആനിലെ ശാസ്ത്രമല്ലേ? നോക്കൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആകാശമണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞ് നിർത്തി മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചില്ല പടച്ചോൻ അവിടെ സ്പേസ് സ്യൂട്ടുകളെ കുറിച്ചുള്ള സൂചനകൾ കൂടി അവിടെ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇപ്പോഴും എടുക്കുന്ന തുണി കുപ്പായം എടുത്തിട്ട് ഓടിപ്പോകരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിശക്തമായ സുരക്ഷാ കവചങ്ങൾ നിങ്ങൾ അതിനകത്ത് വേണം യാത്ര ചെയ്യാൻ എന്നുകൂടി ഖുർആൻ പറഞ്ഞു വെച്ചു.
നിങ്ങൾ പറ, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേസ് സ്യൂട്ടിനെ കുറിച്ചൊക്കെ ഖുർആനിൽ വന്നത്? ഇതിനെക്കുറിച്ച് കുറച്ച് അറിവില്ലാത്ത ആൾക്കാർ വേറെ അർത്ഥം വെച്ചിട്ടുണ്ട്, അത് കാര്യാക്കണ്ട. അത് ഇപ്പൊ ഉസ്താദ് പറഞ്ഞുതരും. ഇതൊരു വെല്ലുവിളിയാണെന്നും മനുഷ്യന് അവന്റെ അള്ളാഹുവിന്റെ അധികാര പരിധിയെ ഉല്ലംഘിച്ചുകൊണ്ട് എവിടേക്കും പോകാൻ പറ്റില്ലെന്നും അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി കളയാൻ ശ്രമിച്ചു നോക്കൂ എന്നൊക്കെയാണ് അർത്ഥം വിശദീകരിച്ചവരുണ്ട്. എന്നാൽ അങ്ങനെ വിശദീകരിച്ച കുറച്ച് ആൾക്കാരുണ്ട്. മുഹമ്മദ് നബി, സഹാബിമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താബിഈകൾ, ആദ്യകാല മുഫസ്സിറുകൾ, ഇവരൊക്കെ വിചാരിച്ചത് അള്ളാഹ് മനുഷ്യരെയും അനുസരിക്കാത്തവരെയും ഇസ്ലാമിനെ അംഗീകരിക്കാത്തവരെയും കീഴ്പ്പെടുത്താത്തവരുമായിട്ടുള്ള മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ഈ ഭൂമിയുടെ അതിർത്തിയും അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പരിധിയും ലംഘിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പോകാനുള്ള അധികാരം, പവർ നിങ്ങൾക്കുണ്ടോ? അതിനൊക്കെ വലിയ പവർ വേണം എന്ന് മനുഷ്യനെയും അനുസരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, അള്ളാഹിനെ അനുസരിക്കാത്ത ആളുകളെ വെല്ലുവിളിച്ചതാണെന്നും അങ്ങനെ നിങ്ങൾക്ക് അതിലംഘിച്ച് പോകാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അധികാര പരിധി വിട്ട് പുറത്തു കടക്കാൻ കഴിയില്ല എന്നുമാണ് ഈ ഖുർആൻ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പല ശാസ്ത്രബോധമില്ലാത്ത ആളുകളും പണ്ടർത്ഥം വെച്ചത്. അതൊക്കെ വലിയ അബദ്ധമായിരുന്നു. പക്ഷെ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് ഈ അർത്ഥം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, പോകുമ്പോൾ നിങ്ങൾ സ്പേസ് സ്യൂട്ട് ധരിക്കണം എന്ന് മാത്രമാണ്. എന്താ പറയുക, നിങ്ങൾ ശക്തമായ കവചങ്ങളുള്ള വസ്ത്രങ്ങൾ അത് ധരിക്കണം എന്നാണ് ഈ ഖുർആൻ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം. അല്ലെ ഫൻഫുദു എന്നൊക്കെ പറയുന്നിടത്ത് കുറേ മടക്കുകളുണ്ട്. ആ മടക്കിൽ എവിടെയെങ്കിലും ആയിരുന്നിരിക്കും. ആരും ഇപ്പം ഇതിങ്ങനെ നോക്കി അതിങ്ങനെ ഗവേഷണം നടത്തി അതിന് ചുരുളഴിച്ചെടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ മറന്നാളൂ, എല്ലാം വിട്ടാളി. നിങ്ങൾ അഹ്സനി പറയുന്നുണ്ട് ഖുർആന്റെ യഥാർത്ഥ അർത്ഥം, നിങ്ങൾ അത് പിടിക്കണം, മനസ്സിലാക്കണം. സാങ്കേതിക ശാസ്ത്രീയമായ വിവരങ്ങൾ, വൈജ്ഞാനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ഇത്തരത്തിലുള്ള യാത്രകളിലേക്ക് സൂചനയാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതർ ആധുനിക കാലത്തുള്ളതല്ല, മറിച്ച് പൗരാണിക കാലത്ത് തന്നെയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പൗരാണികം എന്ന് പറഞ്ഞാൽ 10-60 കൊല്ലം മുമ്പൊക്കെയുള്ള ആൾക്കാരേക്കും പോട്ടെ, ഒരു 100-150 കൊല്ലമായാലും നിങ്ങൾ പൗരാണികം എന്ന് അംഗീകരിക്കണം. എന്തായാലും മുഹമ്മദ് നബിക്ക് മനസ്സിലായിട്ടില്ല, സഹാബിമാർക്ക് മനസ്സിലായിട്ടില്ല, ആദ്യകാല മുഫസ്സിറുകൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരർത്ഥം കണ്ടെത്തിയ ശാസ്ത്ര ഗവേഷണ പ്രതിഭക്ക് ഒരു ഡോക്ടറേറ്റ് കൂടിയും ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരൊറ്റ വിഷയത്തിൽ സ്പേസ് സ്യൂട്ടിനെ കുറിച്ച് ഈ പറഞ്ഞ ഈ ഖുർആൻ വചനത്തിലെ ഗവേഷണത്തിന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ഒരു ഡബിൾ ഡോക്ടറേറ്റ് കൊടുക്കണം എന്ന് ഞാൻ ഈ സൗദിയിലെ ഖുർആൻ ഗവേഷണ കേന്ദ്രങ്ങളിലുള്ള ആൾക്കാരോട് അറിയിക്കണം, അഭ്യർത്ഥിക്കണം. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. കണ്ണു തുറന്ന് കാണണം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു അഹ്സനി ഖുർആൻ ഗവേഷണത്തിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഈ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുർആൻ അങ്ങനെയാണ്, അതിമനോഹരമായ അർത്ഥലച്ചു വരുന്ന തിരമാലകൾ പോലെ ഒരർത്ഥം, പിന്നെ മറ്റൊരർത്ഥം, വീണ്ടും ഒരർത്ഥം, ഇങ്ങനെ വിശാലമായ വൈജ്ഞാനിക ഒരു പറുദീസയാണ്, അല്ലെങ്കിൽ വൈജ്ഞാനികമായ ഒരു സദ്യയാണ്. അനന്തമായ ലസാഹിലഹു, ഒരിക്കലും അറ്റമില്ലാത്ത പരിധിയില്ലാത്ത സമുദ്രമാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കി എങ്ങനെ വേണമെങ്കിലും അർത്ഥം വെക്കാന്നാണ്. ഇത് വിശദീകരിക്കുന്നവന്റെ ഉളുപ്പില്ലായ്മയ്ക്കനുസരിച്ച് എന്തർത്ഥവും കൊടുക്കാൻ കെൽപ്പുള്ള പറ്റുന്ന ഒരു സാധനമാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. അത് മുഹമ്മദ് നബിക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ്. സഹാബിമാർ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്രസക്തമാണ്. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കെൽപ്പുണ്ടോ? നിങ്ങളടുത്ത് തോണ്ടിയെടുക്കാനുള്ള മുട്ടുസൂചിയുണ്ടോ? നിങ്ങൾ ഖുർആനിലെ ഓരോ വചനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിരവധി ആശയങ്ങൾ ശാസ്ത്രലോകം കണ്ടെത്തുന്നതിനനുസരിച്ച് തോണ്ടിയെടുക്കാനും ശാസ്ത്രം അത് തിരുത്തി പറയുമ്പോൾ അത് തോട്ടിലെറിയാനുള്ള സ്വാതന്ത്ര്യം, വിശാലത ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. എങ്ങനെ വേണമെങ്കിലും അർത്ഥം വെക്കാവുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അന്യഗ്രഹ ജീവികളെ കുറിച്ച് കൂടി നമ്മൾ അറിയണം. അത് ഉസ്താദ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കും. ഭൗമേതര കോളത്തിൽ അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരിലോകത്ത് ജീവികളുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇതിനോട് അനുബന്ധമായി ചോദിക്കാറുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു, വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പൊ കിടക്കരുത്, കാരണം ശാസ്ത്രം കണ്ടെത്തട്ടെ, അപ്പം നമുക്ക് വിശദീകരിക്കാം. അതുവരെ നിങ്ങൾ തൽക്കാലം ഒന്ന് പറഞ്ഞു വെച്ചാൽ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു പ്രവചനാണ്, ഖുർആനിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അഹ്സനി ഒന്ന് പറയാണ്. മൗദൂദിയും സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൗദൂദി സാഹിബും എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിൽ ഈ ഒരു സൂചന. ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സൂചന ശാസ്ത്രലോകം വികസിച്ച് മുന്നോട്ട് അറിവും വികസിച്ച് പോകുമ്പോൾ അബദ്ധം പറ്റരുതല്ലോ എന്ന ഒരു മുന്നറിവിൽ പിന്നെ ഭൂമിഗോളത്തിന് പുറത്ത് ജീവന്റെ സാധ്യതകളെ കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ ചില സൂചനകൾ വരുമ്പോൾ പോലും അപ്പൊ തന്നെ നമ്മൾ മൗദൂദി സാഹിബൊക്കെ അത് ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പുള്ള മനുഷ്യന്മാർക്കൊന്നും എന്തായാലും മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് ഭൂമിക്ക് ഉപരി ലോകത്ത്, ആകാശത്തും ഭൂമിക്ക് പുറത്ത് മറ്റു ഗോളങ്ങളിലൊക്കെ ജീവൻ ഉണ്ട് എന്നതിന്റെ സൂചന തരുന്ന ഒരു ഖുർആൻ വചനം കൂടിയും ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും. അതുകൂടി കണ്ടിട്ട് പോയാൽ മതി നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിലെ 29-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചത്. ഭൂമിയിൽ മാത്രമല്ല, ഭൂമിയിലും ഉപരിലോകത്തും ജീവികളെ വിന്യസിച്ചതും അവന്റെ ദൃഷ്ടാന്തമാകുന്നു. പല ആളുകൾ ഇതിനെ മനസ്സിലാക്കിയത് ആകാശത്ത് വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ചിറകില്ലാതെ പറവകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, പറവകളൊക്കെ ആകാശത്തുള്ള ജീവികളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. പിന്നെ ജിന്നുകളിൽ
പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ. പിന്നെ ആകാശങ്ങളിലുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും ഭൂമി വേറൊരു പ്രത്യേകത, ഖുർആനിൽ എവിടെയൊക്കെ അർള് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിലൊരു 90% സ്ഥലത്തും അവിടെ സമാവാത്തും ഉണ്ടാവും. ഈ സമാവാത്തി വല്ലാറും സമാവാത്തും അർളും ചേർത്ത് പറയലാണ് പഠിച്ചോന്റെ ഒരു രീതി. ഒരു ഭംഗിയാണ്, ഒരു പ്രാസാണ്. പിന്നെ മാത്രമല്ല അള്ളാഹ് പറയുമ്പോൾ അള്ളാഹിന്റെ പ്രപഞ്ചത്തിന്റെ അതിര് പറയണല്ലോ. അള്ളാഹിന്റെ പ്രപഞ്ചത്തിന്റെ അതിര് പറഞ്ഞാൽ ആകാശം, നക്ഷത്രം, സൂര്യൻ, ചന്ദ്രൻ, അതിനോട് പണ്ട് ഒട്ടിച്ചേർത്ത് വെച്ചിരുന്ന ഭൂമി കഴിഞ്ഞു. ആകാശത്തിന് 7 തട്ട്, ഭൂമിക്ക് 7 തട്ട്, ഇത്ര ഇതാണ് പ്രപഞ്ചം. അപ്പൊ അതിനിടയിലുള്ളതിനെല്ലാം സൃഷ്ടിക്കുകയും അവയ്ക്കിടയിൽ ജീവജാലങ്ങളെ വിന്യസിക്കുകയും ചെയ്തത് എന്നർത്ഥം വെച്ച ചില ആൾക്കാരുണ്ട്. പക്ഷെ അബദ്ധമായിരുന്നു. വാസ്തവത്തിൽ ഈ വചനം സൂചന നൽകുന്നത് അന്യഗ്രഹ ജീവികളെ കുറിച്ച്. ആവശ്യമെങ്കിൽ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കും എന്ന് പറയുന്നത് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ഗ്രഹത്തിലുള്ള ആളുകൾ വേറെ ഗ്രഹത്തിൽ പോയി താമസമാക്കും, ആ ഗ്രഹത്തിലുള്ള ആളുകൾ ഈ ഗ്രഹത്തിൽ വന്ന് താമസമാക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നാണ് അഹ്സനിയുടെ മുട്ടുസൂചി ഗവേഷണത്തിലൂടെ അദ്ദേഹം തോണ്ടിയെടുത്തിട്ടുള്ള അറിവ്. നിങ്ങൾ പറയും വേണമെങ്കിൽ അവയെ ഒരുമിച്ച് കൂട്ടുവാനും അള്ളാഹുവിന് സാധിക്കും എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഭൗമേതര ആഗോള ജീവിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ജീവി ഏത് എന്ന ചോദ്യം വീണ്ടും ചർച്ചകളിലേക്കും ഡിസ്കഷനിലേക്കൊക്കെ വരേണ്ടതാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരു സൂചനയുണ്ട് എന്ന് കാര്യം വ്യക്തമാണ്. അതെ, ജീവി ഏതാണ്, അതിന്റെ ഷേപ്പ് എന്താണ്, ഇതൊക്കെ ഖുർആനിലുണ്ട്. അതൊന്നും ഇപ്പൊ ഞങ്ങൾ പറയില്ല. ആദ്യം ജീവി ഉണ്ട് എന്ന് ശാസ്ത്രം കൺഫേം ചെയ്യട്ടെ. അപ്പൊ അത് ഏത് ഖുർആൻ വചനത്തിന്റെ ഏത് മടക്കിനിടയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് അഹ്സന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഒന്നുകൊണ്ട് ബേജാറാവണ്ട. ആ ജീവിയുടെ കളറും ഉയരം വരെ ഖുർആനായത്തുനിന്ന് കിട്ടും. നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ചാണ് വിചാരിച്ചിരുന്നത്? പക്ഷെ പല ആളുകളും വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഭൂമി ലോകത്ത് അള്ളാഹ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ ജീവികളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അവരെ ഒരുമിപ്പിച്ച് കൂട്ടും. പല കാലങ്ങളിൽ ജീവിച്ച് മരിച്ച പല ജീവികളെ അള്ളാഹ് വിചാരിച്ചാൽ ഞൊടിയിടയിൽ പുനരുജ്ജീവിപ്പിക്കും എന്നാണ് ഈ വചനത്തിനൊക്കെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ച കുറച്ച് ആൾക്കാരുണ്ട്. മുഹമ്മദ് നബിനെ പോലെയും ആ കാലഘട്ടത്തിലുള്ള കുറച്ച് അറിവില്ലാത്ത പണ്ഡിതന്മാരെ പോലെ. അത് കാര്യമാക്കണ്ട. ആധുനിക ലോകത്ത് ഈ ഖുർആൻ വചനത്തിൽ നമുക്ക് ഇങ്ങനെ ചില സൂചനകൾ വായിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഏറെക്കുറെ എല്ലാം ആയില്ലേ, ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അപ്പോൾ കാലഹരണപ്പെട്ടുപോയ ഗ്രന്ഥമല്ല, മറിച്ച് മനുഷ്യന്റെ സ്പേസ് വാക്കിനെ കുറിച്ചും മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെക്കുറിച്ചും അതേപോലെ അവിടെ എത്തിപ്പെടുന്നതിനെ കുറിച്ചും അവിടുത്തെ ജൈവ സാന്നിധ്യത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്ത ഗ്രന്ഥം തന്നെയാണ് വിശുദ്ധ ഖുർആൻ. മാഷാ അല്ലാഹ്. നിങ്ങൾ എന്താ വിചാരിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ഖുർആനെ കുറിച്ച് ഇത് കാലഹരണപ്പെട്ടാണ് ഗ്രന്ഥം എന്ന് പറയരുത്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചു പോയാലും അതുകൊണ്ട് ഇതുപോലെ ഒരു ടിപ്പുള്ള ഒരു സൂചി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, ഒരു മൊട്ടു സൂചിയെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ ശാസ്ത്രവും അതിന്റെ ഓരോ വചനങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റും. അതിനുള്ള പ്രാഗൽഭ്യമുള്ള, അതിനുള്ള നാക്ക് വഴക്കമുള്ള ആളുകൾ ഉണ്ടായി വരണം. അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം എന്നാ എനിക്ക് അതിനുവേണ്ടി തന്നെ ഈ ഖുർആൻ ആയത്തുകൾക്കിടയിൽ നിന്ന് ശാസ്ത്രം തോണ്ടിയെടുക്കുന്ന പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ലോകത്തെമ്പാടും ഇസ്ലാമിക സമൂഹത്തിനിടയിൽ സ്ഥാപിക്കപ്പെടണം എന്നാണ് ഞാൻ പറയാം. അഹ്സനിയെ പോലെയുള്ള നിരവധി ഖുർആൻ ശാസ്ത്ര ഗവേഷണ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ. അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ചില ഡോക്ടറേറ്റുകൾ പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ. ഡോക്ടറേറ്റിന് പകരം കൊടുത്താലും കുഴപ്പമില്ല, ഒരു ഡി ഇട്ടിട്ട് ഒരു 6 ഇടുന്ന തരം ഡോക്ടറേറ്റുകൾ കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഇതിന് ഒരു ഡിയും ഒരു 6 മതി എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഡി കഴിഞ്ഞിട്ട് ഒരു 5-6 കൊടുത്താലാണ് അഹ്സൻ ഇപ്പൊ കണ്ടെത്തിയ ഡോക്ടറേറ്റിന് മീൻസ് ഗവേഷണത്തിനുള്ള ഡോക്ടർ എന്നുള്ള പേരിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുർആനിൽ നിന്ന് ശാസ്ത്രം ചികഞ്ഞെടുക്കണമെന്നും ഗവേഷണം നടത്തണമെന്നും അത് വ്യാഖ്യാനിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഖുർആനിൽ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എന്താണ് ഇതിന്റെ ടിപ്പ്? ഇതിനെന്തെങ്കിലും സൂത്രപ്പണികളുണ്ടോ? ഇതിന് എളുപ്പമാർഗമുണ്ടോ? അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് അതിവിദഗ്ധനായ, ആദ്യകാലത്തൊക്കെ ഖുർആൻ ശാസ്ത്രം പറഞ്ഞ ആൾക്കാരെ പിന്നെ ഊശിയാക്കി വിട്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇവരുടെ അതേ വിഭാഗം തന്നെയാണ് കേട്ടോ, നമ്മളെ മുള്ളൂർക്കല മുഹമ്മദ് അലി സഖാഫിയെ നമ്മൾ സദയം ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇത്തരം ശാസ്ത്ര ഗവേഷണ വ്യാഖ്യാന സാധ്യതകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നതിന് പണ്ടുകാലത്തെ മൂല്യന്മാർ പ്രയോഗിച്ചിരുന്ന ഒരു 1-2 ഉദാഹരണങ്ങളിലൂടെ നമുക്കത് വ്യക്തമാക്കി തരും. താല്പര്യമുള്ളവർ അതുകൂടി കണ്ടിട്ട് പോകാവുള്ളൂ. പറയാൻ വിചാരിച്ച ദുർവ്യാഖ്യാനം ആർക്കും ചെയ്തൂടെ സുഹൃത്തെ? ചെയ്തൂടെ? അതെ, നമുക്കിപ്പോൾ ഒരു ഖുർആൻ വചനം എടുത്തിട്ട് അതിന് എന്ത് ഉരുട്ടിയെടുക്കണം എന്ന് നമ്മളത് തീരുമാനിക്കുക ആദ്യം. അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊരു സംഭവം വേണം. ഇപ്പൊ നമുക്ക് ഒരു ആനമുട്ട വേണം എന്ന് വിചാരിക്കുക. ഈ ആനമുട്ടയെ കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആനമുട്ടയെ കുറിച്ചുള്ള ഖുർആൻ വചനത്തിന്റെ സൂചനകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പക്ഷെ അതിന് നല്ല വൈഭവം വേണം, നല്ല ബുദ്ധി സാമർത്ഥ്യം വേണം, വാക് സാമർത്ഥ്യം വേണം, ഉളുപ്പില്ലായ്മ കുറച്ച്, മേമ്പൊടി ആയിട്ട് കുറച്ച് ഉളുപ്പില്ലായ്മയും ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആനമുട്ട വരെ ഖുർആനിൽ നിന്ന് ഉരുട്ടിയെടുക്കാം എന്നുള്ളതാണ്. അതെങ്ങനെയാ ചെയ്തത്? ഒരു ഉസ്താദിന്റെ അടുത്ത് ഇതുപോലെ ഉസ്താദ് വയലു പറഞ്ഞു. അത് വയലു പറഞ്ഞപ്പം ഇങ്ങനെ ഖുർആനെ കുറിച്ച് അതിന്റെ വിശാലമായ വ്യാഖ്യാന സാധ്യതകളെ കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ ഒരാൾക്കൊരു സംശയം. നമുക്ക് ആ സംഭവം ഒന്ന് കേൾക്കാം. ഒരു മനുഷ്യൻ ഒരു മുസ്ലിയാരോട് വന്നിട്ട് ചോദിച്ചു. മുസ്ലിയാർ ഇങ്ങനെ വയലു പറയുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഖുർആനിൽ എല്ലതും ഉണ്ട്, ഞങ്ങളുടെ ഖുർആനിൽ എല്ലതും ഉണ്ട്, ഖുർആനില്ലാത്തൊരു സാധനമില്ല, ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാ ആട്ടുകൾ.
അപ്പൊ വയൽ കേട്ടൊരു അമുസ്ലിം സുഹൃത്ത് വയൽ കഴിഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം വയലുണ്ട് ഇതുപോലെ വന്നിട്ട് ചോദിച്ചു, അല്ല മുസ്ലിം നിങ്ങൾ ഇന്നലെ വയലിൽ പറഞ്ഞ് നിങ്ങളുടെ ഖുർആനിൽ എല്ലാതും ഉണ്ട്, ഏതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട് എന്നല്ലേ പറഞ്ഞു. എന്നാ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ ഖുർആനിലുണ്ടോ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ചോദിച്ചോ, എല്ലാതും ഞങ്ങളുടെ ഖുർആനിലുണ്ടോ. എന്നാ ചോദിക്കട്ടെ, നിങ്ങളുടെ ഖുർആനിൽ ബസ് വരുന്ന എവിടെയും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. എല്ലാതും ഉണ്ടെങ്കിൽ ബസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, കാളവണ്ടി പോലും ഇല്ലാത്ത പോട്ടെ, ഒരു പിന്നെ കുട്ടികൾ ഉരുട്ടി കളിക്കുന്ന വണ്ടി പോലും ഇല്ലാത്ത ഒരു കാലത്ത് ബസ്സിനെ കുറിച്ച് ഖുർആനിൽ പറയാൻ വല്ല സാധ്യത ഉണ്ടോ? നിങ്ങൾ പലരും വിചാരിക്കും അങ്ങനെ ഒരു സാധ്യതയില്ല. പക്ഷെ ഈ ഗവേഷണ പാഠവം, വ്യാഖ്യാന പാഠവം നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മുസ്ലിം തുടങ്ങി റബ്ബുൽ ആലമീൻ 6666 ആയത്തിൽ എവിടെയും ബസ്സും കാറും പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളോട് ഇപ്പൊ എന്താ പറയാ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞിട്ടില്ല, എല്ലാതും ഉണ്ട്. 6666 ഒരു ഭംഗിക്ക് പറഞ്ഞല്ലേ, കിടക്കട്ടെ, എന്തായാലും നമ്മൾ നുണ പറയാം, എന്നാ പിന്നെ കിടക്കട്ടെ. അങ്ങനെ ഉസ്താദ് ആലോചിച്ചു. ഗവേഷണ പാഠവം അത്ര ഇല്ല, നമ്മൾ അഹ്സനിയുടെ അത്ര ഒന്നും ഒരു പിന്നെ കഴിവില്ലാത്തൊരു മൂല്യരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ആലോചിക്കേണ്ടിയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ആലോചിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല, കാരണം ബസ്സിനെ കുറിച്ചൊക്കെ ഖുർആനിൽ ഉണ്ടെന്നേ. ഉസ്താദ് കുറച്ച് ആലോചിച്ചപ്പം ഉസ്താദിന് കൃത്യം ആയത്ത് ഓർമ്മ വന്നു. എന്തായിരുന്നു ആയത്ത്? ഇങ്ങനെ മനക്കൊള്ള പെട്ടെന്നാണ് ഒരു ആയത്ത് ഇങ്ങോട്ട് ഓർമ്മ വരുന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വബുസ്സത്തിൽ ജിബാലു ബസാ. അടാ മൂപ്പർ ആ ബസ്സിന്റെ മുകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്ന ആ ബസ് പിന്നെ ഈ ബസ് അല്ലെങ്കിൽ ഏത് ബസ്സാ വെച്ചു. അയാൾക്ക് ഒരു ബസ് മനസ്സിലായി. ഓ, ഖുർആനിൽ ബസ്സുണ്ടില്ലേ, ഓ ഭയങ്കരം തന്നെ, മൂക്കത്ത് വരല് വെച്ചു. ഇതാണ് വൈഭവം എന്ന് പറഞ്ഞത്. കാരണം ഇത് കേൾക്കുന്ന ആൾക്ക് ഈ ബസ്സിനെ കുറിച്ച് വലിയ ധാരണ, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നാൽ മതി. ഇപ്പൊ ആരോ കമന്റിൽ പറയുന്നു, നമ്മൾ ആനമുട്ട വരെ നമുക്ക് ഖുർആനിൽ നിന്ന് ഉരുട്ടിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ആനമുട്ട ഇടൂലല്ലോ എന്ന്. പൊന്നാര ചങ്ങാതി, ഖുർആനിൽ നിന്ന് ആനമുട്ട ഉരുട്ടിയെടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആനമുട്ട ഇടണമെന്ന് പോലും നിർബന്ധമില്ല, ഇല്ലെങ്കിൽ കിട്ടും. അത് നിങ്ങൾക്ക് ഖുർആനെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം. ആനമുട്ട ഇടൂലാത്ത ജീവിയാണെങ്കിൽ പോലും ഖുർആനിൽ നിന്ന് നമുക്ക് ആവശ്യമെങ്കിൽ ആനമുട്ട ഉരുട്ടിയെടുക്കാം. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞു വബുസത്തുൽ ജിബാലി ബസ്സ എന്നുണ്ടല്ലോ. ആ ബസ് ഈ ബസ് അല്ലെങ്കിൽ ഏത് ബസ്സാ? അപ്പൊ ഇയാളെ സംബന്ധിച്ച് ശരിയാണല്ലോ, അത് ഈ ബസ് അല്ലെങ്കിൽ ഏത് ബസ്സാ, അപ്പൊ ബസ് ഉണ്ട്. എന്നാലും എങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എന്നാ പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ഈ ബസ്സിനെ കുറിച്ച് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ ബസ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, ബസ്സിൽ തന്നെ ലോക്കൽ ബസ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പലതുണ്ട്. അങ്ങനെ എയർ ബസ്, അതൊരു പല ബസ് ഉണ്ടല്ലോ, സൂപ്പർ ഫാസ്റ്റ് വരും നിങ്ങളുടെ ഖുർആനിൽ എവിടെയും ഉണ്ടോ ചോദിച്ചു. ഒരു കൊടുക്കുന്ന രക്ഷപ്പെട്ട് ഒരു നുണ പറഞ്ഞ് കഴിച്ചിലായപ്പോ അതിലും വലിയ നുണയാണ് പിന്നീട് വരുന്നത്, പറയേണ്ടി വരുന്നത്. അത് കുഴപ്പമില്ല, ആദ്യത്തെ 2-3 നുണ പറയുമ്പോൾ ഒരു ഉളുപ്പേ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ ശീലായിക്കോളും. അപ്പൊ ബസ് ഒരുവിധം ഒപ്പിച്ചു കൊടുത്തു, ഇയാൾക്ക് ആ ബസ് പോരാ, ബസ്സിൽ പല കാറ്റഗറി ബസ് ഉണ്ടല്ലോ, അപ്പൊ എന്നാ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോ എന്നായി. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പം കിട്ടും, ആനമുട്ട വരെ കിട്ടും ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പൊ നോക്കുമ്പോ അതിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്. ഇയാൾ ഇങ്ങനെ ആലോചിച്ചു പഠിച്ചോനെ, ഇതിൽ കുടുങ്ങിയ തന്നെ എങ്ങനെ ആയത്തിപ്പ് ഉണ്ടാക്കും? പുതിയ ആയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് ഇയാൾ ചോദിക്കണേ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വരുന്നു ഖുർആനിലുണ്ടോന്നാ. എല്ലാം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞാലേ, അത് ഞങ്ങളുടെ ഖുർആനിലില്ലാന്ന് ഇനി പറയാൻ പറ്റുമോ? അങ്ങനെ തോന്നിയപ്പോ മൂപ്പരിക്ക് ഒരു ആയത്ത് ഓർമ്മ വന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫകാനത്ത് ഹബാഅൻ മുംബസ. കണ്ടോ, മുംബസ എല്ലാ ബസ്സിനും മുമ്പ് പോണ ബസ്. ഇങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താല് അവിടെ നമുക്ക് മൂൺ വാക്ക് ഫിറ്റ് ചെയ്യാം, അവിടെ നമുക്ക് സ്പേസ് സ്യൂട്ട് ഫിറ്റ് ചെയ്യാം, അവിടെ നമുക്ക് ചന്ദ്രയാനിന്റെ വീല് വരെ ഫിറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താം, അതിന്റെ ചിത്രങ്ങൾ എടുക്കാം, അതിന്റെ ഹൈറ്റും വെയിറ്റും വാരിയലിന്റെ എണ്ണം വരെ പറയാൻ പറ്റും. പക്ഷെ ഇതിന് കഴിവുള്ള ആൾക്കാരായിരിക്കണം, വ്യാഖ്യാനിക്കാനുള്ള ഒരു വൈഭവം നിങ്ങൾക്ക് വേണം, ഖുർആൻ വചനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയും ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ഖുർആനിൽ നിന്ന് ഉരുട്ടിയെടുക്കാം. നേരത്തെ ഹസനി പറഞ്ഞതുപോലെ ഇതിന്റെ വ്യാഖ്യാന സാധ്യതകൾ അനന്തമാണ്. ഒറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ പറ്റൂല. സന്മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്ലാം, ഖുർആനിനും ഇസ്ലാമിനും ആളുകളെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ അതിൽ കുറച്ച് വ്യാഖ്യാനങ്ങൾ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അത് തന്നെയാണ് മൂല്യന്മാരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കഴിവും അറിവും ഉള്ളവർ ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇസ്ലാമിന് കുറച്ചു കാലം കൂടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം പ്രതിഭകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഇത്തരം വ്യാഖ്യാന ഫാക്ടറികൾക്കും ശ്രമങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു.